ഇറ്റ്സ് മീ സിനിഷ കലേഷ്. ഞാൻ ഇന്നിപ്പം വന്നിട്ടുള്ളത് ഒരു അടിപൊളി വെജിറ്റബിൾ സലാഡ്സിന്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സലാഡ്. ഓക്കെ, അപ്പം നമുക്ക് ഗ്യാസ് കത്തിച്ചാലോ? ഓക്കെ. അതിനു വേണ്ടി ആദ്യം ഞാൻ പരിചയപ്പെടുത്താൻ എന്തൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് നമ്മുടെ ഗാർലിക് എടുത്തിട്ടുണ്ട്, അതുപോലെ കുക്കുംബർ ഉണ്ട്, അതുപോലെ ക്യാപ്സിക്കം ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്. ഇത് ഒരു കളർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതൊരു കളർഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ എത്രയും കളർ എടുത്ത്. അതുപോലെ തന്നെ നമ്മളുടെ സ്പ്രിംഗ് ഒനിയൻ ഉണ്ട്, ബ്രോക്കോളി ഉണ്ട്, ലെമൺ ജ്യൂസ്. അപ്പോൾ ഇത് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒലിവ് ഓയിൽ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പെപ്പർ, സാൾട്ട്, വേറെ ഒന്നും ഇതിൻ്റെ അകത്ത് ചേർക്കുന്നില്ല കേട്ടോ. പാൻ ഇതാ ചൂടായി വന്നിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വന്നപ്പോഴേക്ക് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂണ് മതി കേട്ടോ. 1 ടീസ്പൂണ് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്കിത് കോക്കനട്ട് ഓയിലോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം. ഞാനിതിപ്പം ഒലിവ് ഓയിൽ എടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ ആദ്യം നമ്മുടെ വെളുത്തുള്ളി അരിഞ്ഞു വെച്ചതാണ് ഇടുന്നത്. ഇതിലേക്ക് ചുമന്നുള്ളി ഇട്ടിട്ടുണ്ട്. കുക്കുംബർ ഇട്ട് കൊടുക്കാം. ഒരു ക്യാരറ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് ആഡ് ചെയ്ത് ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ബ്രോക്കോളി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വേണം ആ ഒരു രീതിയിൽ എടുത്തോളൂ കേട്ടോ. ഒരാൾക്കുള്ളതാണെങ്കിൽ ഒരാൾക്കുള്ളത്, അല്ലെങ്കിൽ 2 പേർക്ക് വേണമെങ്കിൽ 2 പേർക്ക്, ആ ഒരു രീതിയിൽ നിങ്ങളുടെ ഒരു ഇതനുസരിച്ചിട്ട് ഇതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാം. അടിപൊളി സ്മെല്ല്. ആ ക്യാരറ്റും അതുപോലെ തന്നെ ബ്രോക്കോളി ഒക്കെ ഒന്ന് കുക്കാവുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഓവൻ അങ്ങോട്ട് ഇതാവണ്ട, ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് കിട്ടിയാൽ മാത്രം മതി നമുക്ക്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ കുക്കുംബർ, ഈ വെയിറ്റ് കുറയ്ക്കാനൊക്കെ ഉള്ള ആൾക്കാർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും ചെയ്യാം. നമ്മളുടെ മക്കൾക്കൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ഒന്ന് സലാഡ്സ് പോലെ ആക്കി കൊടുക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഈ ലെമണിൻ്റെ പുളിയൊക്കെ വരുമ്പോൾ മക്കൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അതുപോലെ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ വെയിറ്റ് കുറയ്ക്കാനുള്ള ആൾക്കാർക്കാണെങ്കിൽ ഒരു ദിവസത്തെ മീലൊക്കെ പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മാക്സിമം ശ്രദ്ധിക്കുക ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ടിട്ട് നിങ്ങൾ ചെയ്യണ്ട കേട്ടോ. കാരണം ഇതിൽ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നാവും. ഇതാ നന്നായിട്ട് ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ലെമൺ ജ്യൂസ് ഒഴിച്ച് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ കുറച്ച് ആവശ്യത്തിനുള്ള സോൾട്ട് നമുക്കിതിൽ
ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യമുള്ള പെപ്പറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മളുടെ കുക്കുംബർ, ക്യാരറ്റ്, ബ്രോക്കോളി സലാഡ്സ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഫൈനലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടെ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഓവറാക്കണ്ട, ജസ്റ്റ് നമുക്കിതൊന്ന് വഴറ്റി കൊടുത്ത് നമുക്കിനി സെർവിങ് ട്രേയിലേക്ക് ഇത് മാറ്റാവുന്നതാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ബൈ ഓൾ, താങ്ക് യു.